ഹലോ, ജോസയുടെ കൗൺസിലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും രജിസ്ട്രേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ചോയ്സുകൾ ഫില്ല് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ അന്ന് നമ്മുടെ ലൈവിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ജോസ കൗൺസിലിംഗ് വഴി ഒരുപാട് കോളേജുകളും ഒരുപാട് ബ്രാഞ്ചുകളും അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് നമുക്ക് അത്ര പരിചയമില്ലാത്ത ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പേരുകൾ ആദ്യമായിട്ട് കേൾക്കുന്നതാവാം, അവിടുത്തെ ബ്രാഞ്ചുകളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഏറ്റവും പ്രധാനപ്പെട്ട കോളേജുകൾ ഏതൊക്കെയാണ്, അതിൽ തന്നെ നമ്മൾ ഏറ്റവും ടോപ്പ് എന്ന് കൺസിഡർ ചെയ്യുന്ന IITസും NITസും IIITസിനെയും നമുക്ക് 3 കാറ്റഗറിയായി തിരിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ കാറ്റഗറിയിൽ വരും എന്നുള്ളൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് ഏതാണ് ഏറ്റവും നല്ല കോളേജ്, ഏതാണ് മിഡിൽ ലെവലിലുള്ളത്, ഏതാണ് Tier 3 എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷൻസ് കൊടുക്കാൻ സാധിക്കും. അതിൽ ഞാൻ ആദ്യമായിട്ട് IITസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ Tier 1 IITs ആയിട്ട് അറിയപ്പെടുന്നത്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ IIT ബോംബെ, ഡൽഹി, മദ്രാസ് ഒക്കെ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അതുപോലെ തന്നെ കാൺപൂർ, ഖരഗ്പൂർ, ഈ 5 IITകളാണ് ഓൾഡ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് എന്നറിയപ്പെടുന്ന ടോപ്പ് 5 IITs. അപ്പോൾ ഈ 5 IITകൾക്ക് നിങ്ങൾ നല്ല പ്രാധാന്യം കൊടുക്കുക ചെയ്യുക. അഡ്വാൻസ് എക്സാമിൽ ഡീസൻറ്റ് സ്കോറുള്ള ആളുകൾ ഈ 5 തന്നെ പഠിക്കാൻ അവസരം കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ പോകാൻ ശ്രമിക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള ബ്രാഞ്ച് തന്നെ വേണമെന്ന് 100% ഉറപ്പാണെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, താഴെയുള്ള ബ്രാഞ്ചുകളിലേക്ക് പോയാൽ മതി. ബ്രാഞ്ച് ഒരു പ്രശ്നമല്ലാത്ത ആളുകൾ ഈ ടോപ്പ് 5 തന്നെ പോകാൻ ശ്രമിക്കാം. പിന്നെ IIT റൂർക്കി ഉണ്ട്, ഗുവാഹട്ടി ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്. ഹൈദരാബാദൊക്കെ പുതിയതായിട്ട് റീസെൻ്റ്ലി വന്നതാണെന്നുണ്ടെങ്കിൽ പോലും, അത് കമ്പയർ ടു ഓൾഡർ IITs പുതിയതായിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ പോലും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിലും അവിടുത്തെ ഫെസിലിറ്റീസ് ആണെന്നുണ്ടെങ്കിലും അക്കാഡമിക്സ് ആണെങ്കിലും പ്ലേസ്മെന്റ്സ് ആണെങ്കിലും ഒക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാം. അതുകൊണ്ട് ഇപ്പോൾ ഈ 8 IITകളെയും നമ്മൾ Tier 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇനി സെക്കൻഡ് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് IIT BHU വാരണാസിയിലെ IIT ഉണ്ട്. അതുപോലെ തന്നെ ഇൻഡോർ, ഭുവനേശ്വർ, റോപ്പാർ, ISM ധൻബാദ്, IIT പാട്ന, ഗാന്ധിനഗർ, ജോധ്പൂർ ഒക്കെ നമുക്ക് Tier 2ലേക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതിൽ തന്നെ നോട്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാവുന്നത് BHU, ഇൻഡോർ, ഭുവനേശ്വർ ഒക്കെ എന്താണ് നല്ല IITകളുടെ ലിസ്റ്റിൽ തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. Tier 2 കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അവസാനം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു 10-12 വർഷത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമുള്ള ബേബി IITs അല്ലെങ്കിൽ ഏറ്റവും പുതിയതായിട്ടുള്ള IITകളാണ് നമ്മുടെ Tier 3 എന്ന് പറയുന്നത്. അപ്പോൾ ഈ Tier 3യിലുള്ള പല IITകളെക്കാളും മുകളിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വരിക, പല NITകളിലും വരിക. അതുപോലെ തന്നെ ഈവൻ ഏറ്റവും പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള IIT ജമ്മു പോലുള്ള IITസിനേക്കാൾ ബെറ്റർ ആണ് മേ ബി നമ്മുടെ കേരളത്തിലുള്ള ഗവൺമെൻറ് കോളേജുകൾ വരിക. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IITകളുടെ ഒരു ഗ്രോത്ത് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ഗവൺമെൻറ് ഫണ്ട് ചെയ്തുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ബിൽഡ് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത് കുറച്ചുകൂടെ സ്പീഡായിരിക്കും. 4 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ജോയിൻ ചെയ്ത കുട്ടികൾ ആഫ്റ്റർ 4 ഇയേഴ്സ് ഗ്രാജുവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ പറയുന്ന IITകളുടെയൊക്കെ സ്റ്റാൻഡേർഡ് ഒന്നും കൂടെ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഉയർന്നിട്ടുണ്ടാകും എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ പാലക്കാടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ്, മോശമൊന്നുമില്ല. ഏകദേശം NIT കാലിക്കറ്റിൻ്റെ ഒക്കെ അടുത്ത് ആവറേജ് സാലറി ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. IIT മാണ്ടി ഉണ്ട്, തിരുപ്പതി, ഗോവ, ബിലായി, ജമ്മു, ധർവാദ് ഒക്കെ നല്ല പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന IITകളാണ്. അതിൽ IIT മാണ്ടിയുടെ ഒക്കെ ക്യാമ്പസിൻ്റെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകും. ഹിമാചൽ പ്രദേശിൽ ചുറ്റും മൗണ്ടൻസ് ആണ്, അതിൻ്റെ നടുക്കായിട്ടാണ്, ഒരു വാലിയിലാണ് ആക്ച്വലി എന്ത് ചെയ്തിട്ടുള്ളത് ഈ ക്യാമ്പസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഇനി NITസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട് പരിചയമുള്ള പേരുകൾ ട്രിച്ചി, സൂറത്കൽ, വാറങ്കൽ, കാലിക്കറ്റ്, റൂർക്കല. ഇതാണ് 5 NITകൾ. അതിൽ തന്നെ ആദ്യത്തെ 3 പല റീസൺസ് കൊണ്ടും ഏറ്റവും ടോപ്പ് എന്നറിയപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ അഗെയിൻ നമുക്ക് ജയ്പൂർ ഉണ്ട്, അലഹബാദ്, നാഗ്പൂർ, ദുർഗാപൂർ വരുന്നത്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് Tier 1 NITസിനെ കിട്ടുക. അതിൽ ആദ്യത്തെ ഈ 4 or 5 ബാക്കിയുള്ള എല്ലാ NITസിനേക്കാളും ഒരുപാട് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യാം. ഇനി Tier 2ലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ഭോപ്പാൽ, സൂറത്ത്, ജലന്ധർ, ജംഷഡ്പൂർ, ഡൽഹി, മേഘാലയ, ജംഷഡ്പൂർ 2 തവണ വന്നിട്ടുണ്ട്, കുരുക്ഷേത്ര, ഗോവ, പാട്ന, സിൽച്ചാർ ഒക്കെ നമുക്ക് ഏതിൽ ഇൻക്ലൂഡ് ചെയ്യാം, Tier 2ന്റെ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അതിൽ തന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൽഹിയൊക്കെ നന്നായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെട്രോ സിറ്റിയുടെ നടുക്കുള്ള സ്ഥാപനമാണ്. അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജുകൾ ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കുണ്ടായിരിക്കും. ഈവൻ ഗോവയടക്കം, ഗോവ റിലേറ്റീവ്ലി ന്യൂ തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ കുറച്ച് താഴെയായിരിക്കും എന്തുണ്ടായിരിക്കുക, ഗോവ ഉണ്ടായിരിക്കുക. ഗോവയെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചൂസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാവുന്നതാണ്. അടുത്ത ലിസ്റ്റ് എന്ന് പറയുന്നത് മെയിൻലി ഏറ്റവും പുതിയ NITകളാണ്. ഇത് നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം ഇതിലെ ബഹുഭൂരിപക്ഷം അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, സിക്കിം, അഗർത്തല, പ്രധാനമായിട്ടും നോർത്ത് ഈസ്റ്റിലുള്ള NITകളാണ്, പുതിയതാണ്. അവിടുത്തെ ഹോം സ്റ്റേറ്റിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികളുടെയൊക്കെ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോ ആവാനാണ് സാധ്യത. നമ്മൾ നോക്കുന്ന സമയത്ത് അങ്ങനെയാണ് കാണുക. അതുപോലെ തന്നെ പോണ്ടിച്ചേരിയെ കുറിച്ചൊക്കെ ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട്. എല്ലാം പുതിയ NITകളാണ്. അപ്പോൾ ഇതിനേക്കാളൊക്കെ ബെറ്റർ നമ്മുടെ കേരളത്തിലുള്ള നല്ല ഗവൺമെൻറ് കോളേജുകളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഫീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും എക്സ്പോഷർ നോക്കുകയാണെങ്കിലും കോളേജിൻ്റെ ഒരു ഓവറോൾ ക്വാളിറ്റി നോക്കുകയാണെങ്കിലൊക്കെ ഏറ്റവും പുതിയ NITകളൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, ചൂസ് ചെയ്യരുത്. ജോസ കൗൺസിലിംഗ് നിങ്ങൾ വെറുതെ ഈ പറയുന്ന NITകളൊക്കെ വെച്ചിട്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകേണ്ടി വരും. അല്ലാതെ
ഒന്നുകിൽ നമ്മൾ പൈസ അല്ലെങ്കിൽ എമൗണ്ട് നഷ്ടപ്പെടുത്തി എക്സിറ്റ് ചെയ്യേണ്ടി വരും പ്രോസസ്സിൽ നിന്ന്. പിന്നെ നമുക്ക് ജോസിൽ പങ്കെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇത്തരം ഓപ്ഷൻസ് നമ്മൾ കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കാം. ദൂരം ഒരു പ്രശ്നമാണ്, ആ കോളേജിൻ്റെ ക്വാളിറ്റി പ്രശ്നമാണ്, പിന്നെ ഒരുപാട് വർഷങ്ങളെടുക്കും ഇതൊക്കെ ഒരു നാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ. ഇനി നമ്മൾ IITസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ IITസിലെ ഏറ്റവും വലിയ വ്യത്യാസം ഫീസ് IITയേക്കാളും NITയേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് IITയിൽ കമ്പ്യൂട്ടർ സയൻസ് വേണോ, CETയിൽ വേണോ, കുസാറ്റിൽ വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഫീസും കൂടെ നിങ്ങൾ നോക്കണം. ആ പേര് മാത്രം നോക്കിയാൽ പോരാ. CETയിലൊക്കെ നമുക്കറിയാം 9,000 rupees 10,000 rupees ഒക്കെയാണ് ഫീസ് വരുന്നത്. എന്നാൽ IITസിൽ ഒരു വർഷം നമുക്ക് പഠിക്കാൻ ഏകദേശം 4 ലക്ഷത്തോളം എന്ത് വരുന്നുണ്ട്, ഫീസ് വരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. സോ IIT അലഹബാദ്, ഗ്വാളിയോർ, ലക്നൗ ഒക്കെ ഏറ്റവും ടോപ്പായിട്ട് അറിയപ്പെടുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജീസ് ആണ്. ഗുവാഹട്ടി, കാഞ്ചീപുരം, വഡോദര, കോട്ട, ജബൽപൂർ, ശ്രീ സിറ്റി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫ്രാസ്ട്രക്ചർ വൈസും അതുപോലെ തന്നെ ഓവറോൾ കോളേജിൻ്റെ സൈസ് എല്ലാം നോക്കിക്കൊണ്ട് Tier 1 ആയിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി Tier 2ലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രിച്ചി, സൂറത്ത്, ഭോപ്പാൽ, ശ്രീ സിറ്റി, കോട്ടയം, റാഞ്ചി, ധർവാദ് ഒക്കെ എന്തിൽ വരുന്നുണ്ട്, Tier 2ൽ വരുന്നുണ്ട്. ശ്രീ സിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആണ്. നമുക്ക് വേണമെങ്കിൽ ഈ ലിസ്റ്റിൻ്റെ ഏറ്റവും മുകളിലോ അല്ലെങ്കിൽ കഴിഞ്ഞ ലിസ്റ്റിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാവുന്ന സ്ഥാപനമാണ് ശ്രീ സിറ്റി. മേ ബി ആഫ്റ്റർ 4 years കുറച്ചുകൂടി നല്ല പൊസിഷനിലേക്ക് തന്നെ വരാൻ സാധ്യതയുണ്ട്. Tier 3ലേക്ക് വരുമ്പോൾ ഏറ്റവും പുതിയതായിട്ടുള്ള IITs ആണ്. അതിലാണ് നമ്മുടെ എന്ത് വരുന്നത്, നമ്മുടെ കോട്ടയം ആക്ച്വലി വരുന്നത് Tier 2 ലിസ്റ്റിലാണെന്നുള്ളത് ഓർക്കുക. Tier 3ലേക്ക് വരുമ്പം കല്യാണി, പൂനെ, അഗർത്തല, അതുപോലെ തന്നെ നാഗ്പൂർ, മണിപ്പൂർ ഒക്കെ നമുക്ക് എന്താ IITs പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല എമൗണ്ട് ഓഫ് ഫീസ് കൊടുക്കണം. പക്ഷെ അത്ര വലിയൊരു കോളേജോ അല്ലെങ്കിൽ അത്ര നല്ല എക്സ്പോഷറോ കിട്ടാൻ സാധ്യത ഇല്ല. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷൻസ് കൊടുക്കുക. അപ്പോൾ Tier 1 കിട്ടാൻ റാങ്ക് കിട്ടിയിട്ടുള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, Tier 1 ചൂസ് ചെയ്യാം, അതിലൊരു സംശയമില്ല. ഇനി അതല്ലാത്ത ആളുകൾക്ക് Tier 2 ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാവുന്നതാണ്, കൺസിഡർ ചെയ്യാവുന്നതാണ്. IITs ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, Tier 2 ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. Tier 3 നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ആലോചിക്കുക, നിങ്ങൾക്ക് കീമിലെ കിട്ടാൻ സാധ്യതയുണ്ടോ, കുസാറ്റിൽ നല്ല ബ്രാഞ്ച് കിട്ടാൻ സാധ്യതയുണ്ടോ, അതെല്ലാം നോക്കിക്കൊണ്ട് മാത്രം എന്ത് ചെയ്താൽ മതി, Tier 3 NITസും Tier 3 IITസിനെ കുറിച്ചും ആലോചിച്ചാൽ മതി. പിന്നെ ജോസയിലുള്ള 4ാമത്തെ കാറ്റഗറിയാണ് ഗവൺമെന്റ് ഫണ്ട് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ GFTIs. അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് സ്ഥാപനങ്ങൾ പങ്കെടുക്കാറുണ്ട്. പക്ഷേ പലതും അത്ര നല്ല ലെവൽ ഓഫ് കോളേജ് അല്ല. നമുക്ക് ലിസ്റ്റ് ചെയ്യാവുന്ന ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഒന്ന് ബിറ്റ് റാഞ്ചിയാണ്, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റാഞ്ചി. അതുപോലെ IIEST വെസ്റ്റ് ബംഗാൾ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ഒക്കെ ഉള്ള ഷിബ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള കോളേജാണ്. പിന്നെ പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജ്, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി നയ റായ്പൂർ, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഭുവനേശ്വർ. ഈ 2 സ്ഥാപനങ്ങളും IIT തന്നെയാണ്. പക്ഷേ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാറ്റഗറിയിൽ ഉള്ളതല്ല, പകരം ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. GFTSന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ജോസയിലൂടെ സീറ്റ് നേടിയെടുക്കാവുന്നതാണ്. പിന്നെ JNUവിലും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റീസിലുമുള്ള കുറച്ച് കോഴ്സുകളും ജോസ വഴി നിങ്ങൾക്ക് നേടിയെടുക്കാം. അപ്പം GFTS ലിസ്റ്റ് എടുത്താൽ നമുക്കൊരു ഈ ഒരു 7 പേരെയാണ് അല്ലെങ്കിൽ ഈ ഒരു 7 കോളേജുകളെയാണ് നല്ല കോളേജുകൾ എന്ന് വിളിക്കാവുന്നത്. ബാക്കിയെല്ലാം കുറച്ചുകൂടെ ലെവൽ കുറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ജോസയിൽ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് കഴിയുന്നതും ഞാൻ ഈ പറഞ്ഞ രൂപത്തിലുള്ള Tier 1 or 2 അല്ലെങ്കിൽ GFTSൽ തന്നെ ഏറ്റവും നല്ലതിൽ തന്നെ എന്ത് ചെയ്യുക, ഓപ്ഷൻസ് കൊടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും പോകാൻ സാധ്യതയില്ലാത്ത കോളേജോ ബ്രാഞ്ചോ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടാവാനേ പാടില്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഓക്കെ, ആൻഡ് എപ്പോഴും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും നല്ല അംബീഷ്യസ് ആയിട്ടുള്ള നമുക്ക് കിട്ടാൻ സാധ്യത അതിനേക്കാൾ മുകളിലുള്ള ബ്രാഞ്ചുകൾ തന്നെ ഇനീഷ്യലി കൊടുക്കുക. മേ ബി റൗണ്ട് 5ലോ 6ലോ ഒക്കെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കുറച്ചുകൂടെ ബെറ്റർ IITയിലേക്കൊക്കെ അവസരം കിട്ടിക്കഴിഞ്ഞാൽ, ഇനി അതല്ല CSABയിലൊക്കെ കുറച്ചുകൂടെ ബെറ്റർ NITയിലേക്കൊക്കെ ചാൻസ് കിട്ടാൻ അവിടെ ഒരു സാധ്യത അവിടെ ബാക്കിയുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും മുകളിൽ നല്ല അംബീഷ്യസ് ആയിട്ടുള്ള ഓപ്ഷൻസ് കൊടുക്കുക. പ്രത്യേകിച്ച് ഓപ്ഷൻ കൊടുക്കാൻ ഫീസ് ഇല്ല, ഓപ്ഷൻസിൻ്റെ എണ്ണത്തിന് ലിമിറ്റേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. ജോസ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. സോ എല്ലാവരും രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, താങ്ക് യു.